أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أتى أمر الله فلا تستعجلوه سبحانه وتعالى عما يشركون. صدق الله العظيم. സൂറത്തു നഹ്ലിലെ ആയത്ത് 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാനും അർ-റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു. അതാ വന്നു അഥവാ വന്നു കഴിഞ്ഞു. അമ്രുല്ലാഹി അള്ളാഹുവിൻ്റെ കൽപ്പന. ഫലാ തസ്തഅജിലു. ഇസ്തഅജല എന്ന് പറഞ്ഞാൽ ധൃതി കൂട്ടി, അജലത്ത് ധൃതി. തസ്തഅജിലൂന അവർ ധൃതി കൂട്ടുന്നു. ഫ ലാ തസ്തഅജിലു അതിനാൽ നിങ്ങൾ ധൃതി കൂട്ടണ്ട. ഹു അതിൻ്റെ കാര്യത്തിൽ. ഫലാ തസ്തഅജിലൂഹു അതിനാൽ നിങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ധൃതി കൂട്ടേണ്ടതില്ല, അഥവാ അമ്രിൻ്റെ കാര്യത്തിൽ. സുബ്ഹാനഹു അവൻ്റെ പരിശുദ്ധി എന്നർത്ഥം, അഥവാ അവൻ പരിശുദ്ധനാകുന്നു. വതആല അവൻ ഉന്നതനുമാകുന്നു. അമ്മാ യുശ്രികൂൻ അവർ പങ്കു ചേർക്കുന്നതിനെ നിന്നെല്ലാം. അൻമാ എന്ന് പറഞ്ഞാൽ ഒന്നിനെ തൊട്ട്, യുശ്രികൂന അവർ പങ്കു ചേർക്കുന്നു. അവർ പങ്കു ചേർക്കുന്നതിനെ തൊട്ടെല്ലാം, അഥവാ അവർ പങ്കു ചേർക്കുന്നതിൻ്റെയൊക്കെ കാര്യത്തിൽ അവൻ ഉന്നതനായിരിക്കുന്നു എന്നർത്ഥം. അതാ അമ്രുല്ലാഹി ഫലാ തസ്തഅജിലു അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞു, അതിനാൽ നിങ്ങളതിൻ്റെ കാര്യത്തിൽ ധൃതി കൂട്ടേണ്ടതില്ല. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം പരിശുദ്ധനും ഉന്നതനുമാകുന്നു അവൻ. സൂറത്തിൻ്റെ തുടക്കമാണ്. നമുക്കറിയാം, കഴിഞ്ഞ സൂറത്ത് അവസാനിച്ചത് പരിഹാസത്തിൻ്റെ മറുപടിയായിക്കൊണ്ടാണ്. പരിഹസിക്കുന്നവരെ താങ്കളുടെ ദൗത്യം നിർവഹിച്ചു കൊള്ളുക. ഫസ്തഅ ബിമാ തുഅ്മർ വഅരിൽ അനിൽ മുശ്രിക്കീൻ മുശ്രിക്കുകളെ അവഗണിച്ചേക്കുക. താങ്കളെ ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ താങ്കളെ പരിഹസിക്കുന്നവരുടെ കാര്യത്തിൽ താങ്കൾക്ക് അള്ളാഹു മതിയായവനാണ്, അഥവാ അവരെ നേരിടാൻ. പിന്നെ താങ്കൾ റബ്ബിനെ പ്രകീർത്തിക്കുക, മരണം വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക. ഇത്രയുമാണ് പറഞ്ഞത്. അതിനോട് ചേർത്ത് വച്ചിരിക്കുകയാണ് അവരുടെ പരിഹാസം, അതിനുള്ള മറുപടിയും. എന്ത് വിഷയത്തിലായിരുന്നു അവരുടെ പരിഹാസം? അഥവാ അത് രണ്ട് കാര്യങ്ങളിലായിരുന്നു. ഇവിടെ അതാ അമ്രുല്ലാഹി ഫലാ തസ്തഅജിലു അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മനസ്സിലാക്കി തരുന്നതിന് ഖുർആനിൽ നിന്ന് തന്നെ സൂചനകൾ കിട്ടും. ചില പണ്ഡിതന്മാർ അത് അദാബിന് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ ഖിയാമത്തിന് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ രണ്ടുമുണ്ട്. ഉദാഹരണമായിട്ട് സൂറത്തു ഷൂറയിൽ അല്ലാഹു തആല പറയുന്നു, യസ്തഅജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹാ വല്ലദീന ആമനൂ മുശ്ഫിഖൂന മിൻഹാ വയഅലമൂന അന്നഹൽ ഹഖ് അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅത്തി ലഫീ ളലാലിൻ ബഈദ്. സൂറത്തു ഷൂറയിലെ 18-ാമത്തെ ആയത്ത്. അഥവാ അതിൻ്റെ കാര്യത്തിൽ വിശ്വസിക്കാത്തവർ ധൃതി കൂട്ടുന്നു, എന്നാൽ വിശ്വസിക്കുന്നവർ അതിൽ ഭയന്ന് കഴിയുന്നു. കാരണം അത് യാഥാർത്ഥ്യമാണെന്ന് അവർക്കറിയാം. അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅത്തി ലഫീ ളലാലിൻ ബഈദ് ഖിയാമത്തിൻ്റെ കാര്യത്തിൽ സംശയിക്കുന്ന ആളുകൾ വലിയ വിദൂരമായ വഴികേടിൽ തന്നെയാണ്. അവിടെ ഇസ്തിഅജാൽ നടത്തുന്നത് ഖിയാമത്തിൻ്റെ കാര്യത്തിലാണ്, ആ സാഅത്തിൻ്റെ കാര്യത്തിലാണ്. എന്നാൽ സൂറത്തുൽ ഹജ്ജിൽ 47-ാമത്തെ ആയത്തിൽ വയസ്തഅജിലൂനക ബിൽ അദാബി വലൻ യുഖ്ലിഫല്ലാഹു വഅദഹു അവർ ശിക്ഷയുടെ കാര്യത്തിൽ താങ്കളോട് ധൃതി കൂട്ടുന്നു. അവരോട് എന്നാൽ അള്ളാഹു ഒരിക്കലും അവൻ്റെ വഅദ
ലംഘിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ അദാബിനാണ് ധൃതി കൂട്ടുന്നത്. വേറെയും ഖുർആനിൽ കാണാം, ഇൻകാന ഹാദാ ഹുവൽ ഹഖു ഫസ്ഖത്ത് അലൈനാ കിസഫൻ മിനസ്സമായി, ഇത് സത്യമാണെങ്കിൽ ആകാശത്തു നിന്നൊരു കഷ്ണം ഞങ്ങളെ മേലെ വീഴ്ത്തു എന്നൊക്കെ പരിഹാസപൂർവ്വം പ്രാർത്ഥിച്ചത് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾക്ക് അവർ ധൃതി കൂട്ടിയിരുന്നു. ഒന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷക്കും, രണ്ട് ഈ പറയുന്നത് പോലെ ഒരു അന്ത്യനാൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊന്ന് കാണട്ടെ എന്നും. അത് രണ്ടിനുമാകാം, രണ്ടും വിശദീകരിച്ചിട്ടുണ്ട്. ഈ അത്ത അമ്രുള്ള എന്തിനുള്ള കൽപ്പനയാണ് വന്നത്, അഥവാ ഖിയാമത്തിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞിരിക്കുന്നു, അത് നിങ്ങൾ ധൃതി കൂട്ടേണ്ടതില്ല, സമയമാകുമ്പോൾ അത് നടന്നുകൊള്ളും എന്നർത്ഥം. അഥവാ ഫഖദ് ജാ അഷ്റാത്തുഹ, അതിൻ്റെ അടയാളങ്ങൾ വന്നിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം പോലും യഥാർത്ഥത്തിൽ ലോകാവസാനത്തിൻ്റെ, ഇനി പ്രവാചകനില്ല, ഖാത്തമുൻ നബിയീൻ വന്നു കഴിഞ്ഞു, അവസാനത്തെ ബസ് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ അവസാനത്തെ റസൂലും വന്നു കഴിഞ്ഞു എന്ന് ഉള്ള ഒരു അടയാളമാണ്. ആ ഖിയാമത്തിൻ്റെ മുമ്പ് മനുഷ്യർക്കുള്ള മുന്നറിയിപ്പാണ്. അഥവാ ഖിയാമത്ത് തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു, സമയമാകുമ്പോൾ നടന്നുകൊള്ളും എന്നർത്ഥം. അത്ത അമ്രുള്ള. രണ്ട്, അവർക്കുള്ള ശിക്ഷ അഥവാ സത്യനിഷേധികളുടെ ഇസാബത്തുൽ മുഅ്മിനീന വ നസ്രിഹിം തഅദീബുൽ കാഫിരീന വ ദഹരിഹിം എന്നാണ് ചില മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചത്. അഥവാ മുഅ്മിനീങ്ങളുടെ നിലനിൽപ്പും അതുപോലെ അവർക്ക് പ്രതിഫലം കിട്ടലും അതിനുള്ള തീരുമാനം വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ സത്യനിഷേധികളെ തകർക്കലും അവരെ ശിക്ഷിക്കലും അതിനുള്ള തീരുമാനം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിലെ സൂചന ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്കുള്ള അഥവാ 13 കൊല്ലത്തോളമായി അല്ലെങ്കിൽ 10-ലധികം കൊല്ലമായി മക്കയിലെ ആളുകളെ സത്യത്തിലേക്ക് വിളിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് അധികകാലം മുന്നോട്ട് പോകുകയില്ല. അതിനുള്ള തീരുമാനവും നടപടികളുമൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പുറത്താക്കപ്പെടുകയോ പുറത്തു പോകേണ്ടി വരികയോ ചെയ്യുകയാണെങ്കിൽ സൂറത്തുൽ ഇസ്രായേലുണ്ട്, വൈദല്ല എൽബസൂന ഖിലാഫക്ക ഇല്ല ഖലീല, അവരുടെ താങ്കൾക്ക് പിറകിൽ അവർ വളരെ കുറച്ചല്ലാതെ മക്കയിൽ താമസിക്കുകയില്ല. ഒന്നുകിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്കിറങ്ങും, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെയും അനുയായികളുടെയും കൈകൊണ്ട് തന്നെ അവർ ശിക്ഷിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ഒക്കെ ചെയ്യും. ഫിറൗനെ നശിപ്പിച്ചതുപോലെ ഒന്നുകിൽ അല്ലാഹു തആല നശിപ്പിക്കും, അല്ലെങ്കിൽ ഫിറൗനെ അനുഭവിച്ചത് വിശ്വാസികളുടെ കരങ്ങൾ കൊണ്ട് അനുഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, ഈ ബദറിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന അബൂജഹലിനെ നോക്കിയിട്ട് ഫിറൗനു ഹാദിഹിൽ ഉമ്മ, ഇയാളാണ് ഈ ഉമ്മത്തിൻ്റെ ഫിറൗൻ എന്ന്. അപ്പോൾ എന്തായാലും ഇവരെ ഇനി വെച്ച് പൊറുപ്പിക്കേണ്ടതില്ല. ഇനി വേറൊരു വഴിയിലൂടെയാണ് സത്യം വിജയിക്കേണ്ടത്. അല്ലെങ്കിൽ ഇവർക്ക് ഇസ്ലാം സ്വീകരിക്കുവാൻ, സത്യം അംഗീകരിക്കുവാനുള്ള അവസരം ഇനി നീട്ടിക്കൊടുക്കേണ്ടതില്ല. ഇനി വേറെ വഴികൾ ഒരുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യേണ്ടത് എന്നുള്ള അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇത് അതാ അമ്രുല്ലാഹി, വന്നു കഴിഞ്ഞു എന്ന് ഭൂതകാല ക്രിയയായിട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ വന്നു കഴിഞ്ഞു എന്നാണോ? അല്ല, വരാനിരിക്കുന്നു, ഇതാ എത്തിക്കഴിഞ്ഞു, ഇതാ ഞാനിതാ എത്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫോൺ വിളിക്കുമ്പോൾ നിന്നെ കാണുന്നില്ലല്ലോ എവിടെ, ഇതാ എത്തി എന്ന് പറഞ്ഞാൽ ഉടനെ എത്തും എന്നാണ് അർത്ഥം. അത് പിന്നെ എന്തിനാണ് അത് ഭൂതകാലക്രിയയായിട്ട് പറയുന്നത്? അത് അതിൻ്റെ ഉറപ്പിന് വേണ്ടി, അറബിയിൽ അങ്ങനെ ഒരു ശൈലിയുണ്ട്, ഉറപ്പിന് വേണ്ടി സംഭവിക്കുമെന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ ഭൂതകാലക്രിയയിൽ പറയും. ഖുർആനിൽ അങ്ങനെ ധാരാളമുണ്ട്. അവർ ചോദിക്കുമെന്നുള്ളതിന് പകരം കാല അവർ പറഞ്ഞു, അല്ലെങ്കിൽ അവർ ചോദിച്ചു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഭാവിയിൽ അത് സംഭവിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അത് തന്നെ ഉറപ്പായി, ഭാവിയിൽ സംഭവിക്കുമെന്ന് ഉറപ്പാക്കുക മാത്രമല്ല, ആ സംഭവത്തിന് ഒരുപാട് കാലമില്ല, അടുത്ത് തന്നെ. അതാണ് നമ്മൾ ഇതാ എത്തിക്കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നാളുകൾ എണ്ണപ്പെട്ടു എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു ശൈലിയാണ് അത്ത അമ്രുല്ലാഹി. അള്ളാഹുവിൻ്റെ നടപടിക്രമം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഫലാ തസ്തഅ്ജിലൂഹ്, നിങ്ങളതിന് ധൃതി കൂട്ടേണ്ടതില്ല. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞിരിക്കുന്നു, അത് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കേണ്ടതില്ല. അത് സമയമാകുമ്പോൾ വരും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തുടങ്ങി. അതിനൊക്കെ ഉള്ള അള്ളാഹുവിൻ്റെ ഉത്തരവ് വരാറായി, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. സുബ്ഹാനഹു വാക്കിൻ്റെ നേരെ അർത്ഥം അവൻ്റെ പരിശുദ്ധിയെ എന്നാണ്. അവൻ്റെ പരിശുദ്ധിയെ എന്ത്? നുസബ്ബിഹു സുബ്ഹാനഹു അല്ലെങ്കിൽ യുസബ്ബിഹു സുബ്ഹാനഹു.
അവൻ്റെ പരിശുദ്ധി വാഴ്ത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് യാതൊരു ന്യൂനതയുമില്ല, ഒരു കുഴപ്പവുമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു പോരായ്മയോ ഒരു പ്രയാസപ്പെടലോ സംഭവിക്കുകയില്ല അവൻ്റെ മഹത്വത്തിന് എന്നാണ് സുബ്ഹാനഹു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. സുബ്ഹാനല്ലാ എന്നൊരാൾ പറഞ്ഞാൽ ഉസബ്ബിഹു സുബ്ഹാനല്ലാ എന്നാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അയാൾ പറയുന്നത് എന്നാണ് സങ്കല്പം. അതവിടെ വാക്ക് സങ്കല്പിക്കണം. കാരണം നമ്മൾ മലയാളത്തിൽ തന്നെ മുഴുവൻ പറയാതെ ആശയം കൈമാറുന്ന ഒരുപാട് വാക്കുകളുണ്ടല്ലോ. ഉദാഹരണമായിട്ട് അത്ഭുതം പ്രകടിപ്പിക്കുവാൻ വേണ്ടി അതിൻ്റെ ഒരു വലിപ്പം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസം, അതിൻ്റെ ഒരു മനോഹാരിത, അങ്ങനെ അതിൻ്റെ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ, അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വാചകം അപൂർണമാണ്, പക്ഷേ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകും അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്നാണ് ഈ പറയുന്നത് എന്നതുപോലെ അവൻ്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ അവൻ വളരെ പരിശുദ്ധനാകുന്നു. അഥവാ ഈ എതിരാളികളുടെ എതിർപ്പുകളോ അവരുടെ ആക്ഷേപങ്ങളോ വിമർശനങ്ങളോ ഒന്നും കേട്ട് തളരുകയോ തകരുകയോ, അല്ലെങ്കിൽ എതിർക്കുമ്പോൾ നമ്മൾ നല്ലൊരു കാര്യം പറയുമ്പോൾ ആളുകളെല്ലാം എതിർക്കുമ്പോൾ ഉണ്ടാവില്ല ഒരു മടുപ്പ്, എന്നെക്കൊണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ കുഴങ്ങി തളർന്നു. ഈ ജാതി യാതൊരു പ്രശ്നവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇവരുടെ എതിർപ്പുകൾ കൊണ്ടോ പരിഹാസങ്ങൾ കൊണ്ടോ ഒന്നും ബാധിക്കുകയില്ല. കാരണം അവൻ അതിനേക്കാളൊക്കെ പരിശുദ്ധനാകുന്നു. അതൊന്നും അവനെ ഏൽക്കുകയില്ല. വ തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അവൻ ഉന്നതനാകുന്നു. അഥവാ മക്കാ മുശ്രിക്കുകൾക്ക് പ്രത്യേകിച്ചും മുശ്രികൾക്ക് പൊതുവിലുമൊക്കെ ഉള്ളൊരു സങ്കല്പമാണ് ഈ താക്കീത് ചെയ്യപ്പെടുന്നത് പോലെ അങ്ങനെയുള്ള വല്ല വിപത്തും വരികയാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളും ശക്തികളും വ്യക്തികളുമൊക്കെ ഉണ്ട്, അവർ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളും. ലാത്താലന ഉസ്സാലന, ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് വരെ അബൂ സുഫിയാൻ വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾക്ക് ലാത്തയുണ്ട്, ഞങ്ങൾക്ക് ഉസ്സയുണ്ട് എന്നൊക്കെ. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി പറയിപ്പിച്ചു, അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും, അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷകൻ, നിങ്ങൾക്കൊരു രക്ഷകനില്ല എന്ന്. അപ്പോൾ ഇനി ഈ പറയുന്നത് പോലെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ലാത്തയുണ്ട് മനാത്തയുണ്ട് എന്നൊക്കെ ആയിരുന്നു സാധാരണക്കാരായ അറബ് മുശ്രിക്കുകളെ നേതാക്കന്മാരായ ആളുകൾ, അവർക്ക് വിശ്വാസമില്ലെങ്കിലും ഇവരെ വിശ്വസിപ്പിച്ച് വെച്ചിരുന്നത്. നിങ്ങൾക്ക് ലാത്ത ഉണ്ടാകും, നിങ്ങൾക്ക് ഉസ്സ ഉണ്ടാകും, നിങ്ങൾക്ക് മനാത്ത ഉണ്ടാകും, നിങ്ങൾക്ക് ഹബുലുണ്ടാകും, നായിലയുണ്ടാകും, ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ നിങ്ങളെ രക്ഷിച്ചു കൊള്ളും എന്ന ഒരു തെറ്റിദ്ധാരണയിലായിരുന്നു പിശാചും അവൻ്റെ നേതാക്കളും ഈ സാധാരണക്കാരായ മുശ്രിക്കുകൾ അകപ്പെടുത്തിയിരുന്നു. അത് വ്യക്തമാക്കുകയാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഇവരൊന്നുമല്ല, അതിനേക്കാളൊക്കെ ഉന്നതനാണ്. ഈ ഔന്നത്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ കഥ പറയാറുണ്ട്, ഉറുമ്പും ആനയും. അതുപോലെ പോലുമല്ല, ഉറുമ്പും ആനയും രണ്ട് ജീവികളാണ്. ഉറുമ്പിന് വേണമെങ്കിൽ ആനയെ കടിക്കാനും ആനയ്ക്ക് വേദനിപ്പിക്കാനും ഒക്കെ വേണമെന്ന് വിചാരിച്ചാൽ കഴിയും, തുമ്പിക്കൈയുടെ ഉള്ളിൽ കയറി കടിക്കാൻ പറ്റും. പക്ഷേ അള്ളാഹുവും വ്യാജ ദൈവങ്ങളും അങ്ങനെയുള്ള ഒരു താരതമ്യത്തിന് പോലും ചേരാത്ത, അഥവാ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ഏതെങ്കിലും നിലക്ക് വൈകിപ്പിക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് വഴിതിരിച്ചു വിടാനോ, അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനോ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയുന്ന ശക്തി ഇല്ല അള്ളാഹുവിനെ കൂടാതെ ആളുകൾ ദൈവത്തിൻ്റെ പങ്കാളികളായി സ്വീകരിച്ചിരിക്കുന്ന ദൈവങ്ങളിൽ. അതിൽ നിന്നൊക്കെ വളരെ അത്യുന്നതനാകുന്നു അള്ളാഹു എന്നാണ് ഈ സൂറത്തിൻ്റെ തന്നെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് അല്ലാഹു തആല തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇനിയുള്ള ആയത്തുകളിൽ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് അംഗീകരിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.